ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്നുള്ള അസാധാരണ സാഹചര്യങ്ങൾക്കിടയിലും പതറാത്ത വിശ്വാസത്തോടെ ബഹ്റൈൻ ഈദ് അൽ ഫിത്തർ ആഘോഷിച്ചു. രാജ്യത്തെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പതിനായിരങ്ങൾ പങ്കുചേർന്നു. ഈദ് അൽ ഫിത്തർ നമസ്കാരങ്ങളിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി കിങ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ അടക്കമുള്ളവരും പങ്കെടുത്തു. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് കമ്പനി ഗോഡൌണിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് വിഭാഗം ഉടൻ ഇടപെട്ട് തീയണച്ചതിനാൽ ദുരന്തമൊഴിവായി. സംഭവ സമയത്ത് ഗോഡൌണിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളപായമില്ല. കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. ഇറാന്റെ മിസൈൽ നിർമ്മാണ ശേഷിയെക്കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി മിനിറ്റുകൾക്കകമാണ് ആക്രമണമുണ്ടായത്. പ്രമുഖ നേതാവിന്റെ മരണം ഇറാൻ സൈനിക വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ്. കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായി. ഇതേ തുടർന്ന് റിഫൈനറിയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടു. ആളപായമില്ലെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജി സുധാകരനും ടി കെ ഗോവിന്ദനും രാഷ്ട്രീയ എതിരാളികളുമായി ചേർന്ന് CPM-നെ വഞ്ചിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി സുധാകരനെ ഒരിക്കലും അവഗണിച്ചിട്ടില്ലെന്നും എന്നാൽ നിബന്ധനകളുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താൻ പലതവണ ഫോണിൽ വിളിച്ചിട്ടും സുധാകരൻ പ്രതികരിച്ചില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി.